നല്ലതും ചീത്തയൊന്നുമില്ല ബാബു. സാഹചര്യങ്ങളായിരുന്നു വില്ലൻ. അതിൻ്റെ പേരിൽ ആരെയും കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. മനുഷ്യർ പല സിറ്റുവേഷനുകളിലും വികാരജീവികളാകരുത്, വിവേകശാലികളായി മാറണം. പക്ഷേ അതിനും ദൈവത്തിൻ്റെതായൊരു നീതിയുണ്ട്. എൻ്റെ ദേവിക്ക് കുട്ടികളുണ്ടാവില്ല. അവൾക്ക് ഞാനൊരു മകളെ കൊടുക്കണം. അതിന് ദൈവം ഒരുക്കിയതല്ലേ സത്യത്തിൽ മാധുരിയെ. ഒരു സത്യം ഞാൻ പറയാം. ദൗർബല്യങ്ങളെ പറ്റിയിട്ടുണ്ടാവാം, പക്ഷേ ഒരാളെയും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ അറിയാത്ത എത്രയോ പാവപ്പെട്ടവർക്ക് ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാരുണ്യമുള്ളൊരു മനസ്സാണ് ദൈവം എനിക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ രാത്രി മരിച്ചാലും എനിക്ക് സന്തോഷമുള്ളൂ. ജീവിതം ഒരു കമ്പോള സ്ഥലമാണ്. സ്വപ്നങ്ങൾ വിറ്റാണ് അവിടെ വ്യാപാരം നടക്കുന്നത്. എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഞാൻ വിറ്റ് തീർത്തു. അത്താഴം വന്നു. മനുഷ്യപുത്രനെ കുരിശിലേറ്റാൻ സമയമായി. യൂദാസായി വന്ന ബാബുവും മിത്രമായി. കയ്യാഫസും അന്നാസും മതപുരോഹിതന്മാരുമല്ല. പന്തിയോസ് പീലാത്തോസുമില്ല. കാൽവരിയിലെ 2 കള്ളന്മാരിൽ ഒരു നല്ല കള്ളൻ കൂടെ. വാ ബാബു വാ, അവസാനത്തെ അത്താഴം നമുക്ക് ഒരുമിച്ച് കഴിക്കാം. സാറ് തമാശക്കാണെങ്കിലും ഇങ്ങനൊന്നും പറയരുത്. ഇന്ന് രാത്രി പോട്ടെ. നാളെ രാവിലെ തന്നെ ഈ കൊട്ടേഷൻ കാര്യം കാർത്തി സാറിനെ അറിയിക്കണം. ബാബു, നാളെ നേരം പുലരട്ടെ. ഇപ്പൊ വാ, കഞ്ഞി കുടിക്കാം. ശരി. ഇവൻ ഒരു സ്വസ്ഥതയും തരില്ലല്ലോ എന്നെ ദൈവമേ. ആള് കയ്യിലേക്ക് കിട്ടാതെ കൊടുക്കാൻ പറ്റൂ? ഹലോ, നീ എവിടെയായിരുന്നു മൈഥിലി? നിനക്കെന്താ വീണ്ടും സംശയമാണോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നീ ഫോൺ എടുക്കാൻ വല്ലാത്ത ഡിലേ, അതുകൊണ്ട് ചോദിച്ചാ. പലരുടെയും കണ്ണ് വെട്ടിച്ച ഞാനിവിടെ ഓരോന്ന് ചെയ്യുന്നേ, അത് നീ മനസ്സിലാക്കണം. എടീ, നീ ദേഷ്യപ്പെടാതെ. ഞാൻ ചിലപ്പോഴൊക്കെ നിന്നോട് ദേഷ്യപ്പെട്ടും പൊട്ടിത്തെറിച്ചൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ ഭാവി ഭദ്രമാക്കാനല്ലേ. അതുകൊണ്ട് നീ പിണങ്ങരുത്. ദേ, നമ്മുടെ വിലയേറിയ ഓരോ സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്കും വേണ്ട ഒരു ജീവിതം. എനിക്കറിയാടാ, പക്ഷെ ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലോ. നീ ശ്രമിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എത്രയും പെട്ടെന്ന് വാള് കൈക്കലാക്കണമെന്നേ ഞാൻ നിർബന്ധം പിടിക്കുന്നുള്ളൂ. എടാ, ഇന്ന് രാത്രി ഞാൻ വാളെടുത്തിരിക്കും. അറയുടെ താക്കോൽ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ആ, വെരി ഗുഡ്. ഇനി ഒട്ടും താമസിക്കണ്ട. വേഗം ഒരു മനുഷ്യർക്കും പിടികൊടുക്കാതെ ആ വാള് കൈക്കലാക്കാൻ നോക്ക്. അത് കൈക്കലാക്കിയ ഞാനും നീയും നമ്മുടെ ജീവിതവും സേഫായി. ആ ശരിയടാ, നീ ഇപ്പൊ ഫോൺ വെക്കേ. അത് കിട്ടിയാലുടൻ ഞാൻ നിന്നെ വിളിക്കാം. ശരി. ശരി.
എന്റെ ഭർത്താവിന്റെ ജീവൻ അതെനിക്ക് വലുതാ. ഒരാവശ്യം പറഞ്ഞപ്പോ ഇല്ല എന്ന മറുപടി. ഈ അപമാനത്തിന് ഒരേ ഒരു പ്രതികാരമേ ഉള്ളൂ. എല്ലാവർക്കും അവകാശപ്പെട്ടത് ഞാനെടുക്കും. ഇനി ഞാനാ ഇതിന്റെ അവകാശി. മനസ്സിൽ എരിഞ്ഞു പുകഞ്ഞോണ്ടിരുന്ന തീക്കനൽ പകുതി കെട്ടു. ബാക്കി കൂടി കെടണമെങ്കിൽ അവളുടെ ശവം കൂടി ഈ മണ്ണിൽ വീഴണം. ഏതായാലും പരേതാത്മാവിന് ഞാൻ നിത്യശാന്തി നേരുന്നു. എന്റെ ആദരാഞ്ജലികൾ. എന്തോ ആപത്താണല്ലോ. ചോര. എന്താ ഇത്? എന്താ പറ്റിയത്? ജേട്ടാ, ഇതെപ്പോ വന്നു ചേട്ടാ? അവരെന്നെ വിട്ടു. വിട്ടോ?
ദൈവമേ, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഈശ്വര. എന്നിട്ട് കാർത്തിമോനൊന്നും പറഞ്ഞില്ലല്ലോ? ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ കാർത്തിമോൻ വരുമായിരുന്നു കാറുമായിട്ട്. ഏയ്, അതിന്റെ ഒന്നും കാര്യമില്ല. ദേ, ഞാൻ ടാക്സി പിടിച്ചു പോന്നു. എത്രയും പെട്ടെന്ന് തന്നെ കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നു. എന്നാലും ഇത് വല്ലാത്തൊരു അത്ഭുതമായി. ഞാൻ ജേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ ഓർക്കാപ്പുറത്ത് വാതിലിൽ മുട്ട് കേൾക്കുന്നത്. അതെ, ടാക്സി പിടിച്ചു വന്നതാന്ന് പറഞ്ഞിട്ട് കാറിന്റെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. അതുമല്ല, ജേട്ടൻ മഴ നനഞ്ഞിട്ടുണ്ടല്ലോ. അതിന് ഇവിടെ മഴ പെയ്തില്ലല്ലോ. താൻ കഥ പറഞ്ഞോണ്ട് നിൽക്കുകയാണോ? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അയ്യോ, ഞാൻ മറന്നുപോയി. ജേട്ടൻ വാ, ഞാൻ പെട്ടെന്ന് ആഹാരം എടുത്തു വെക്കാം. ആ ജേട്ടാ, അച്ഛനെ അമ്മ മീനാക്ഷിയൊക്കെ വിളിക്കട്ടെ. അമ്മയ്ക്ക് ജേട്ടനെ കാണുമ്പോ വലിയ സന്തോഷാവും. വേണ്ട ദേവി, ആരെയും ഈ രാത്രിയിൽ ബുദ്ധിമുട്ടിക്കണ്ട. എല്ലാരെയും നാളെ രാവിലെ കാണാം. ആ എങ്കി വേഗം വാ, ആഹാരം കഴിക്കാം. ജേട്ടൻ നന്നായിട്ട് മഴ നനഞ്ഞു. അല്ല, ടാക്സി പിടിച്ചു പോകുന്നു പറഞ്ഞു. പിന്നെങ്ങനെ മഴ നനഞ്ഞ? ഇവിടെ വന്നിറങ്ങിയപ്പോ മഴയുണ്ടായിരുന്നു. മരം പെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഇവിടെ മഴയൊന്നും പെയ്തില്ല. ഇത് ചിലപ്പോ ടാക്സി വിളിക്കാൻ നടന്നപ്പോ നനഞ്ഞതായിരിക്കും. ഞാൻ തുടച്ചുതരാം. ഏയ് വേണ്ട ദേവി, എനിക്കൊന്ന് കുളിക്കണം. എന്ത് കുളിക്കണമെന്നോ? ഊണ് കഴിഞ്ഞാൽ ഉടനെ ആരെങ്കിലും കുളിക്കോ? ഉണ്ടേച്ച് കുളിക്കുന്നവനെ കണ്ടാ കുളിക്കണം എന്നാ പഴമക്കാരുടെ പ്രമാണം. ആ, അത് പഴമക്കാര്. എന്തായാലും ആ പ്രമാണം ഇന്നൊന്ന് തിരുത്തി കുറിക്കാം. ദേ, നോക്കി നിൽക്കാതെ കറി വിളമ്പ് ദേവി. എനിക്ക് നന്നായിട്ട് വിശക്കുന്നേ. മതി 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 മതി. നല്ല വിശപ്പ്. കഴിക്ക്. ജയിലിൽ വെച്ച ആഹാരമൊന്നും കഴിച്ചില്ലേ? ജയിലിൽ വെച്ചല്ല, ഇനി എവിടെ പോയി എന്ത് കഴിച്ചാലും, എത്ര വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചാലും എന്റെ ദേവി വിളമ്പി തരുന്ന ആഹാരം പോലെ ആവും അതൊക്കെ. എനിക്ക് എന്റെ ദേവി കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. ഇനി പരേതാത്മാവായി പരലോകത്ത് പോയാലും അവിടെയും എന്റെ ദേവി വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. ആ കാത്തിരിപ്പാണ് എനിക്ക് നിന്നോടുള്ള പ്രണയം. ചേട്ടാ, ഞാൻ യമലോകത്തിരുന്നാലും എന്റെ ആത്മാവ് നിന്നോടൊപ്പമായിരിക്കും. കാലക്കടൽ നീന്തി നീ വന്നെത്തും വരെ എന്റെ കാത്തിരിപ്പായിരിക്കും. ആ കാത്തിരിപ്പിനും ഒരു ലഹരിയുണ്ട്. ജനലടച്ചേക്കാൻ വല്ലാത്ത കാറ്റ്. ഏയ് ദേവി, അടയ്ക്കണ്ട. പാതിരക്കാറ്റല്ലേ, അതിനൊരു സംഗീതമുണ്ട്. സംഗീതം ആസ്വദിച്ചോണ്ടിരിക്കുമ്പോഴേ കൊതുക് കയറും. പാതിരാക്കാറ്റും പാതിരാ ചന്ദ്രനും. ഇത് മകരമാസമല്ലേ? മകരം തീരാറായി. ഒരാഴ്ചയായിട്ട് കുന്നത്തുകാവിൽ ഉത്സവമായിരുന്നു. ഇന്നലെ കൊണ്ട് കഴിഞ്ഞു. ഇന്ന് വെള്ളിയാഴ്ച. അമ്പലത്തില് കുരുതിയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞു കാണും. പള്ളിവേട്ടയും ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഗുരുതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ദേവിക്ക് അറിയാമോ? അത് ഭദ്രകാളി ക്ഷേത്രത്തിൽ അരയാലിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്ന എല്ലാ യക്ഷികൾക്കും പിശാചുകൾക്കും ഇന്ന് മോചനമാണ്. ഓ, അങ്ങനെയാണോ? അതെ.
ഈ പുലർച്ചെ ബ്രഹ്മയാമത്തിന് തൊട്ടു മുമ്പ് വരെ അവർക്ക് എവിടെ വേണമെങ്കിലും യഥേഷ്ടം വിഹരിക്കാം. ഈ രാത്രിയിൽ ദേവിയുടെ തേരോട്ടം ഉണ്ടാവും. ഏയ് തൊടണ്ട, ഞാൻ കുളിച്ചിട്ടില്ല. അതെന്താ കാലം കോഴി കൂവുന്ന്? മരണദൂതം കൊണ്ട് മുമ്പേ വന്നവരല്ലേ കാലം കോഴികള്. അവര് മുന്നറിയിപ്പ് തരുന്നതാ. ഇവിടെ എവിടെയോ ഒരിടത്തൊരു മരണം നടക്കും. അതിൻ്റെ ഒരു അറിയിപ്പായത്. കാലം കോഴി ഈ രാവിൻ്റെ അന്ത്യയാമം വരെ കൂവിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിലും റിട്ടേൺ ടിക്കറ്റുമായിട്ട് വന്നവരല്ലേ നമ്മളെല്ലാവരും. ഒരു ദിവസം മടങ്ങിപ്പോയല്ലേ പറ്റൂ. ആ, ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ട് വരാം. എൻ്റെ ദേവി ഉറങ്ങിക്കളയരുതേ. കഴുകിയിട്ട ജേട്ടന്റെ ഷർട്ടാ. അയ്യോ, എടുക്കാൻ മറന്നല്ലോ. ഇവൻ തീർന്നെന്ന് ഉറപ്പല്ലേ? ഉറപ്പ്. തനിക്ക് സംശയം ഉണ്ടെങ്കിൽ കേറി പരിശോധിക്കാം. എന്തിന്? സാർ ഉറപ്പ് വരുത്തിയതല്ലേ? 100%. കൊന്നത് കൊലയാളിയെ അറിഞ്ഞിട്ടേ ഇല്ല. വൈകാതെ ഇവനെയും കൊല്ലേണ്ടി വരും ചിലപ്പോ. ഇവൻ നമുക്കെതിരെ തിരിഞ്ഞല്ല സാറേ, അതപ്പ നോക്കാം. ഇതെന്തൊരു നീരാട്ടാ ചേട്ടൻ നടത്തുന്നത്. നേരെ ഒത്തിരി ആയല്ലോ. ജേട്ടാ, ജേട്ടാ, ഇതെന്താ ബാത്റൂമിലിരുന്ന് ഉറങ്ങിപ്പോയോ? ജേട്ടാ, ജേട്ടാ, ഈശ്വര, ജേട്ടാ, ദൈവമേ, ചേട്ടാ.